പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാം വാക്യം. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു, ആ ഇരുമ്പ് പൊങ്ങി വന്നു, അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. ഹല്ലേലൂയ. ഒരു അസാധാരണ അത്ഭുതം സംഭവിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ അസാധാരണ ദൈവിക പ്രവർത്തികൾ വെളിപ്പെടും. ഈ പകൽക്കാലവും നാം വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിലും വലിയ ദൈവപ്രവർത്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവ സാന്നിധ്യത്തിൽ ചലിച്ച, ദൈവാത്മാവിനാൽ പ്രവർത്തിച്ച അപ്പസ്തോലന്മാർ ഇവിടെ കാല് വെച്ചപ്പോഴും അവിടെയെല്ലാം അസാധാരണ വീര്യപ്രവർത്തികൾ നടന്നു എന്ന് അപ്പസ്തോല പ്രവർത്തികൾ 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പസ്തോലന്മാർ എവിടെ ചെന്നോ അവിടെയെല്ലാം വലിയ വീര്യപ്രവർത്തികൾ അത്രേ നടന്നത്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും അത്ഭുതങ്ങളുടെ കർത്താവ് മരിച്ചിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവം നമ്മോട് കൂടെ ജീവിക്കുന്നു. അതുകൊണ്ട് നാമും ദേശത്തിൽ ഒരു അത്ഭുതവും അടയാളവുമായി തീരും. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ ഞാനും കർത്താവ് എനിക്ക് തന്ന മക്കളും ഈ സിയോൻ പർവ്വതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അത്രേ. വി ആർ ദ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ഈ തലമുറയിൽ കർത്താവിൻ്റെ സൈൻസും വണ്ടേഴ്സുമായി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ഇതാ ഹല്ലേലൂയ 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. യോർദാൻ്റെ കരയിൽ പോയി മരം മുറിക്കാൻ പോയ ഏലിശയും ശിഷ്യന്മാരും മരം മുറിക്കുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് മഴു വെള്ളത്തിൽ വീഴുന്നു. ആ മഴു നഷ്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നിലവിളിച്ച, പ്രാർത്ഥിച്ച, ഹല്ലേലൂയ ബാല്യക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹല്ലേലൂയ ഒരു കോൽ വെട്ടി വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ട ആ കോല് മുഖാന്തരം ഇതാ മഴു, ഇരുമ്പ് മഴു വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി ഹല്ലേലൂയ താൻ കൈനീട്ടി എടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു. ഇത് മനുഷ്യൻ്റെ മുമ്പാകെ അസാധാരണകാര്യമായ ഒരു കാര്യം അത്രേ. ഹല്ലേലൂയ ഒരു ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി വരിക, ഒരു ഇരുമ്പിനെ കൈനീട്ടി വെള്ളത്തിൽ നിന്ന് എടുക്കുക, അത് ഹല്ലേലൂയ മനുഷ്യൻ്റെ ഹല്ലേലൂയ കണ്ണിന് മുമ്പിൽ സംഭവിക്കാൻ പറ്റാത്ത, സംഭവ സാധ്യത ഇല്ലാത്ത ഒരു കാര്യമത്രേ. എന്നാൽ തമ്പുരാൻ്റെ കരം ചലിച്ചപ്പോൾ അസാധ്യതകൾ സാധ്യമായി തീർന്നു. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ ജീവിതത്തിലും അസാധ്യമെന്ന് പറയുന്ന പലതിനെയും സാധ്യമാക്കി തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. അവൻ അത്ഭുത മന്ത്രിയാ, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇവിടെ ഈ ഒരു അത്ഭുതം സംഭവിക്കാനുള്ള ഹല്ലേലൂയ ചില കാരണങ്ങളെ നാം ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലും അതൊന്ന് പകർത്തിയാൽ നമ്മുടെ ജീവിതവും അസാധാരണ ഹല്ലേലൂയ ദൈവപ്രവൃത്തിയുടെ ജീവിതമായി തീരും. എന്താ സംഭവിച്ചത്? ഒന്നാമത്തെ കാര്യം, അവരുടെ ഉള്ളിൽ ഒരു ഡിസയർ ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ തങ്ങൾക്ക് ഹല്ലേലൂയ ഈ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് വരണമെന്നൊരു ആഗ്രഹം. ആ ആഗ്രഹത്തെ അവർ പ്രവാചകനോട് പറഞ്ഞു. ഹല്ലേലൂയ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇടുക്കമാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു സ്ഥലം പണിയുവാൻ, ഹല്ലേലൂയ കുറച്ചുകൂടെ വിശാലത തരുവാൻ ഞങ്ങൾ യോർദാൻ പോയി ഹല്ലേലൂയ അവിടെ നിന്ന് മരം കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ അതിന് അനുവദിക്കണമെന്നാണ് പറഞ്ഞത്. ആ ഉള്ളിലൊരു ആഗ്രഹം വേണം പ്രിയരെ. വളരാൻ, ഉയരാൻ, ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾക്കൊരാഗ്രഹം വേണം. നിങ്ങൾ നോക്ക്, സക്കായിക്കുള്ളിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ. പ്രിയരെ, നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടോ? എവിടെയാണോ ഒരു വിഷൻ ഉള്ളത് അവിടെ മാത്രമേ മനുഷ്യൻ പുരോഗതി പ്രാപിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഒരു വിഷൻ വേണം, ഒരാഗ്രഹം വേണം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ഓഫീസിനെ കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആഗ്രഹിക്കണം. ചിലത് ദൈവവും ഭാഗം സമർപ്പിക്കണം. കർത്താവിൽ പ്രാർത്ഥിച്ച് ചില വിഷനെ കർത്താവിനോടൊന്ന് പറയണം. നിങ്ങളുടെ ഹല്ലേലൂയ എവിടെയാണോ ആ വിഷൻ ഉള്ളത് അതിനെ പൂർത്തിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തന. ഞാൻ എൻ്റെ ഞെരുക്കത്തിൽ കർത്താവിനോട് നിലവിളിച്ചു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ തമ്പുരാനോടൊന്ന് പറഞ്ഞാട്ട്, തമ്പുരാൻ്റെ മുമ്പാകെ ഒന്ന് വെച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഞെരുക്കം വരരുത്, മനസ്സിനകത്ത് ആ ഒരു വിശാലത ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. 2, ഹല്ലേലൂയ അവിടെ വേണ്ട ഏറ്റവും വലിയ കാര്യം ദൈവിക സാന്നിധ്യം അത്രേ. അവിടെ ദൈവ പുരുഷൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രിയരെ, കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ നാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെട്ടു പോകും. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ?
നിശ്ചയമായി അവിടെ അത്ഭുതം സംഭവിക്കും. യേശു കടന്നു വന്ന വീട്ടിൽ അത്ഭുതമുണ്ട്. യേശു കാല് വെച്ച പടകിൽ അത്ഭുതമുണ്ട്. യേശു പോയ ഹല്ലേലൂയ ആ മരണ വീട്ടിൽ ഹല്ലേലൂയ ജീവൻ വ്യാപരിച്ചു. ഇന്ന് പകൽക്കാലവും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? നിശ്ചയമായി അത്ഭുതമുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നമുക്ക് ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ജീവിതത്തിൽ വേണം. ദൈവ സാന്നിധ്യമില്ലാതെ കാര്യം നടക്കത്തില്ല. 3, ഒരു നല്ല കൂട്ടായ്മ വേണം. ബൈബിൾ പറയുന്നു, ശിഷ്യന്മാർ ഒരുമിച്ച് പ്രവാചകനോട് ഒരുമിച്ച് ചെന്ന ഹല്ലേലൂയ ഈ വേല ചെയ്തത്. പ്രിയരെ, തന്നെ ചെയ്യാതെ ഹല്ലേലൂയ ഒരുമിച്ച് ചെയ്യാൻ നല്ല കൂട്ടായ്മകളെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടാ യായിറോസിൻ്റെ വീട്ടിൽ പോയത്. എവിടെയാണോ നല്ല കൂട്ടായ്മയുള്ളത് അവിടെ ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. തിരുവചനത്തിൽ വായിക്കുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. അവിടെയാ അനുഗ്രഹമുള്ളത്, ശാശ്വതമായ അനുഗ്രഹമുള്ളത്. ഇന്ന് പകൽക്കാലവും കൂട്ടായ്മയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതാ 4-ാമത്തെ കാര്യം, ഹല്ലേലൂയ, അവർ തങ്ങളുടെ പ്രശ്നത്തെ പോയി പറഞ്ഞു. തങ്ങളുടെ നഷ്ടപ്പെട്ട ഹല്ലേലൂയ മഴു എവിടെയാ വീണത്, തങ്ങളുടെ നഷ്ടപ്പെട്ട അഭിഷേകം എവിടെയാ പോയത്, എവിടെയാ ജീവിതത്തിൽ തെറ്റിപ്പോയതെന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, എൻ്റെ കുറവ് എന്താണെന്ന്, ഹല്ലേലൂയ, എവിടെയാ എനിക്ക് തെറ്റിപ്പോയതെന്ന് ദൈവത്തോട് നേറ്റു പറയുമോ? നിശ്ചയമായി അവൻ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, അനുസരിക്കുക. ഒരു കോൽ വെട്ടി ഇടാൻ പറഞ്ഞപ്പോൾ ഇതെങ്ങനെ വിടും? അതിൻ്റെ സയൻസ് ചോദിച്ചില്ല, അതിൻ്റെ പ്രോസസ്സ് ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞത് അതുപോലെ അവർ ഹല്ലേലൂയ വിശ്വസിച്ച് അവർ ചെയ്തു. അതവർ ജീവിതത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് അതൊരു അത്ഭുതത്തിൻ്റെ ഹല്ലേലൂയ ദിവസമായി തീർന്നു. അത്ഭുതത്തിൻ്റെ ഹല്ലേലൂയ ഒരു സംഭവമാക്കി ദൈവം അതിനെ മാറ്റി. ഇന്ന് പകൽക്കാലവും നാമും ഇതുപോലെ ദൈവമുമ്പാകെ അനുസരിക്കാൻ തയ്യാറാണോ? അത്ഭുതം സംഭവിക്കും. നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റട്ടെ. ജീവിതത്തിൽ അസാധാരണ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.